ഭയങ്കര സത്യസന്ധത കേട്ടോ, വെരി ഹോണസ്റ്റി. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം. Does ഷൈനികം ഹാവ് എ ടാറ്റു? ഡസ് ഷൈനികത്തിന് ടാറ്റു ഉണ്ടോ എന്നാണ് രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞിരിക്കുന്നത്. ഷെയ്ന് ടാറ്റു ഹാഡ് എ ടാറ്റു. യു ഹാഡ്? ഐ ഹാഡ് എ ടാറ്റു. ഇത് റിമൂവ് ചെയ്തതാണ്. എന്നാ പറ്റി റിമൂവ് ചെയ്തേ? അത് ഞാൻ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല. ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വേറെ ആർക്കും ആവശ്യം വന്നാൽ എൻ്റെ ഈ ബ്ലഡ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ടാറ്റു ഉള്ളവരുടെ ബ്ലഡ് എടുക്കില്ല. എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ കേട്ട ഉടനെ തന്നെ പോയിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞു. ആണോ? എന്തായിരുന്നു ആ ടാറ്റു? എന്തായിരുന്നു ഷെയ്നെ? അതൊന്നുമില്ല, അത് ആ കുർബാനി എന്ന് പറഞ്ഞൊരു സിനിമ ഏതായിരുന്നു. അതിനകത്ത് ആ ക്യാരക്ടറിൽ ഈ പറഞ്ഞ പോലെ അന്നത്തെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഇച്ചിരി വേറെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും വന്ന് ടാറ്റു ഇടും. അപ്പോൾ എല്ലാ ദിവസവും ഇത് മാറി മാറി പോകും. അതായത് വരക്കണയുള്ള പരിപാടി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ പിന്നെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഒരു തവണ ടാറ്റു അടിച്ച് നോക്കാം. കാര്യം അറിയണമല്ലോ എന്താണ് എൻ്റെ പരിപാടി എന്ന് അറിയാൻ വേണ്ടി ഒരു തവണ ആ ഒരു വി എന്ന് പറഞ്ഞ ആ ക്യാരക്ടറിൻ്റെ ടാറ്റു അടിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ ഒരു കൊല്ലത്തോളം ഉണ്ടായി. അത് ഞാനിട്ട് കളഞ്ഞു. ഈ കാര്യം അറിഞ്ഞപ്പോഴത്തേക്കും കളഞ്ഞു. വി ആണല്ലേ? ഈ ടാറ്റുവിന്റെ കാര്യം മഹിമയ്ക്ക് അറിയോ? മഹിമയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മഹിമ, ഈ ടാറ്റുവിന്റെ കാര്യം അറിയോ? എനിക്കറിയാം. എന്താ അതിനെ പറ്റി? കാരണം ഞങ്ങള് ലിറ്റിൽ ഹാർട്സിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് എന്റെ വിരലൊരു ടാറ്റു ഉണ്ട്. എന്താ അത്? ഏത് ടാറ്റു? എന്നൊരു ഇനിഷ്യൽ ഉണ്ട്. എന്റെ വീട്ടിൽ വിളിക്കുന്ന പേരിന്റെ എന്താ വീട്ടിൽ വിളിക്കുന്നത്? അമ്മൂന്റെ. അപ്പൊ ഷെയ്ൻ എന്റെ അടുത്ത് ചോദിച്ചു, അല്ല സത്യം, ഷെയ്ൻ എന്റെ അടുത്ത് ചോദിച്ചു ഇത് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഷെയ്ൻ്റെ അടുത്ത് ചോദിച്ചു തനിക്ക് ടാറ്റു ഉണ്ടോന്ന്. അപ്പോഴാണ് എനിക്കിത് കാണിച്ചു തന്നെ ഈ ഒരു ടാറ്റു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് വീന്ന് എങ്ങാനും ആണല്ലോ അല്ലെ? വി ആണ്. വി എന്തായിരുന്നു വി ക്യാരക്ടർ? അതെനിക്ക് മനസ്സിലായിട്ടില്ല. അതിലെ നായികയുടെ പേര് വീണ എന്നായിരുന്നോണ്ടാണ് അയാൾ വി അടിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് സിനിമയിലായിരുന്നു വീണ നായർ? ഇല്ല, ആ പടം ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ബിൽഡപ്പ്, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയ കഥയായിരിക്കും എന്തെങ്കിലും. ആണ്, വേറെ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് ഒരാൾ വീണ നായരിന്റെ വി അടിച്ച് ടാറ്റു കണ്ടത്. ചേച്ചി, ഞാൻ അതാ സിനിമയിലെ കഥാപാത്രത്തിന്റെ നായികയുടെ പേര് വീണ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എത്രയോ എത്രയോ സിനിമകളിൽ മഹിമയെ പോലെ സുന്ദരിമാരായിട്ടുള്ള നായികമാര് കൂടെ അഭിനയിച്ചിട്ട് എന്തുകൊണ്ട് വീണ? റോബർട്ട് ടാറ്റു അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. റോബർട്ട് ടാറ്റു അടിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലല്ല, എന്നാ വീണ മാത്രം വന്നേ അതില്? എന്താന്നറിയില്ല, ചില സമയത്ത് അങ്ങനെയാ. ഓക്കെ, അപ്പൊ ടാറ്റു ഇതായിരുന്നു ഉണ്ടായിരുന്നു, അത് മാറ്റിയതാന്ന് പറഞ്ഞു മഹിമ. ഓൾ ഗുഡ്. അടുത്ത മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഷൈനികം ഫോൺ നമ്പർ? ഫോൺ നമ്പർ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിരഞ്ഞിരിക്കുന്നത് എനിക്കവിടുത്തെ പെൺകുട്ടികളാണ് തിരഞ്ഞെന്ന് തോന്നുന്നു. ഒന്ന് വിളിച്ച് സ്നേഹം പറയാനൊക്കെ പറയുന്നില്ല. എന്ത് പറയാൻ? ഫോൺ നമ്പർ ഞാൻ പറയാൻ അത് വേണ്ട. ഞാൻ ഒരു തവണ വലിയൊരു ആവേശത്തിൽ കൊടുത്തതാണ്. എവിടെയാ കൊടുത്തേത്? ഏതൊരു ഇന്റർവ്യൂല് പണ്ട്. എന്നിട്ട് ആൾക്കാർ വിളിയായിരുന്നോ നിരന്തരം? അത്യാവശ്യം. പിന്നെ നിരന്തരം എന്നുള്ളതല്ല, മെസ്സേജുകൾ കുറെ കിടക്കുമായിരുന്നു. ഇടയ്ക്ക് അതിനകത്ത് ചീത്ത വിളിക്കേണ്ടി വല്ല വന്നിട്ടുണ്ടോ? ഇനി മേലിൽ വിളിച്ചു വരുന്നല്ലോ? ഇല്ല, ഞാൻ ആ ഫോൺ സംഭവം മാറ്റി വെക്കും. നമുക്ക് ആണല്ലേ? അപ്പൊ ഇതാണ് ഫോൺ നമ്പർ. ഇഷ്ടം കൊണ്ട് വിളിക്കണല്ലേ, നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ട് എന്തായാലും അല്ലേ? അതാ സത്യം. അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ ആൾക്കാർ തെരഞ്ഞെടുക്കുന്നത്. അത് കൊള്ളാം, നല്ലൊരു ചോദ്യമാണല്ലോ ചോദിച്ചത്. എന്നാപ്പാ? സൂപ്പർ. വാട്ട് ഈസ് എന്താണ് ഷൈനികം മോളിവുഡ്സ് റിച്ച് യങ് ആക്ടർ? ഞാൻ കണ്ടില്ല, ഒന്നുകൂടി. റിച്ച് യങ് ആക്ടർ. ഷെയ്ൻ നിഗം ആണോ മലയാളത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള യങ് ആക്ടർ? ഇത് ഗൂഗിൾ കള്ളം പറയില്ല. കറക്റ്റാണ്. ടാലന്റിന്റെ കാര്യത്തിലാണെന്ന് മഹിമ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പൊ GST-കാര് കയറി നശിപ്പിച്ചേനെ. അല്ല തെസ്റ്റ് ചേച്ചി, അതില് എന്നാ പറയുന്നു? സത്യമാണ്. പിന്നെ ഞാൻ വിചാരിച്ചേ ചേച്ചി സമ്മതിക്കാം, ശരി തന്നെ പൈസയുടെ കാര്യത്തിൽ. അല്ല, ടാലന്റിന്റെ കാര്യത്തിൽ നമുക്ക് സംശയമില്ലാത്ത കാര്യം ജന്മനാ കിട്ടിയ ഒരു സിദ്ധിയാണ്. അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ജന്മനാ കിട്ടിയതാ, അല്ലാണ്ട് സിനിമയിൽ വന്നിട്ടുള്ള ഒരു ഇതല്ല. ചെറിയ കുട്ടിയാകുമ്പോ തന്നെ ഒരു 4 വയസ്സ് 3 വയസ്സാകുമ്പോ തന്നെ തുടങ്ങിയതാ. ഡാൻസും പാട്ടും ഒക്കെ എല്ലാം അഭിനയം ഒക്കെ വീട്ടിൽ തന്നെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാ. 24 മണിക്കൂർ അഭിനയം. നാണം വരും, ചിരി വരും, കരച്ചിൽ വരും. 4 വയസ്സൊക്കെ ആവുമ്പോ ഓടി നടക്കും. 4 വയസ്സിൽ പക്ഷെ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല ആ സമയത്ത്. അങ്ങനെയാണ് കുഞ്ഞു ഓടി 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 ഇങ്ങനെ പിടച്ച് നടക്കും. സുനി ഇങ്ങനെ പുറകെ കൂടെ ഓടി പിടിക്കണം. അങ്ങനെയായിരുന്നു, മിടുക്കനായിരുന്നു 4 വയസ്സിൽ തന്നെ. കണ്ടോ, ഒരു നഗ്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന കണ്ടോ? നഗ്നമായിരുന്നു ആ സത്യം. നഗ്ന
നഗ്നമായ സത്യങ്ങളൊക്കെയാണ്. അല്ല, ഞാൻ ഇത്രയും വളരെ ചെറുപ്പത്തിലേ തുടങ്ങിയോണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം റിച്ച് യങ് ആക്ടറാണോ എന്നാണ് പ്രേക്ഷകർ അറിയുന്നത്. മണി മാനേജ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഷെയ്ന്? ഭയങ്കര ബോറാണ് എൻ്റെ മണി മാനേജ്മെൻറ്റ്. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമ്പേഴ്സിൻ്റെ പരിപാടി തീരെ ഓടാത്തൊരു വ്യക്തിയാണ്. അതായത് ബാലൻസ് നോക്കി അക്കൗണ്ട് ബാലൻസ് നോക്കി പെരുമാറാത്തൊരു വ്യക്തിയാണ്. ആണോ? എന്തിനാണ് ഏറ്റവും കൂടുതൽ ഈ കിട്ടുന്ന പൈസ വിനിയോഗിക്കുന്നത് എന്തിനായിരിക്കും ഷെയ്ന്? അതാത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ്. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ എന്താണ് പറയുക, അത്രയും മനസ്സിലാക്കാൻ, അതായത് ഇവർ മുതലെടുക്കാണ് സജി എന്ന് മനസ്സിലാക്കാൻ ഉള്ള ബോധമില്ലായിരുന്ന ഒരു ടൈമിൽ കുറച്ചധികം നാൾ മുമ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൈസ വന്ന സമയം അങ്ങനെ. പക്ഷെ അതൊന്നും ഞാൻ അത്ര പ്രോപ്പറായിട്ട് കൊണ്ടുപോയിരുന്നില്ല. പിന്നെയുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഇച്ചിരി അധികം അത്തരം കാര്യങ്ങളിൽ പൈസയുടെ പരിപാടികളിലൊക്കെ കുറച്ച് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അധികം, അതായത് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തതിനേക്കാളും പൈസ കുറവൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് കിട്ടുക. അപ്പോൾ പിന്നെ അതിനൊന്നും നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് എഗ്രിമെന്റ് ഒക്കെ സൈൻ ഒക്കെ ഇല്ലേ നമുക്ക് അങ്ങനെ? അതൊരു ശരിക്കും പറഞ്ഞൊരു ചെറിയ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കാണ്. കാര്യം എൻ്റെ ഒരു അനുഭവത്തിൽ കുറേ നാൾ മുമ്പാണ് കേട്ടോ, ഇപ്പോൾ ഈ അടുത്തുള്ളതൊന്നുമല്ല, ഒരു 4-5 ഇപ്പം എനിക്ക് ഒരു 4-5 കൊല്ലമായി നമ്മുടെ എഗ്രിമെൻറ്റിൽ വൈറ്റ്നറിൻ്റെ ഒരു വെച്ച് മായ്ച്ച ഒരു എഗ്രിമെൻറ്റിൽ പോലും ഞാൻ അതിൻ്റെ ഒരു ഇതായിട്ട് ചെന്നപ്പോഴത്തേക്കും അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബേസിക്കലി അത് മേ ബി ദർ ആർ മെനി തിങ്സ്. അത് നമ്മളിപ്പോൾ അതിനൊരു ഇപ്പം ഈ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും മേ ബി അന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാതിരുന്ന ഈ പറഞ്ഞ നീതി എന്ന് വിചാരിക്കുന്ന സാധനം നമുക്ക് അത് ബേസിക്കലി നമ്മളുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ചിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ വാല്യൂ വരുമ്പോഴത്തേക്കും നീതി ഓട്ടോമാറ്റിക്കലി കിട്ടുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് അതിന് മുമ്പ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടി വന്നു എന്ന് മാത്രം. ടാലന്റിന്റെ കാര്യത്തിൽ അല്ലേ ചേച്ചി മഹിമയൊക്കെ പറഞ്ഞ പോലെ ദ റിച്ചസ്റ്റ് യങ് ബ്ലഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. ഷെയ്ൻ നിഗം സിംഗ്. ഷെയ്ൻ നിഗം അടുത്ത ക്വസ്റ്റ്യൻ. ഷെയ്ൻ നിഗം സിംഗ്. ഷെയ്ൻ നിഗത്തിന് പാടാൻ പറ്റുമോ? ഷെയ്ൻ ഒരു പാട്ടും പാടിയിട്ടുണ്ട് സിനിമയില്. ഞാനൊരു പാട്ട് ഉണ്ടാക്കി പാടി. ആണോ? രണ്ടുപേരും ഒന്ന് മൂളുവോ? പറ്റുമോ? ആ പാട്ടാണോ? ഇനി അത് ഞാൻ പാടാം. ഓട്ടോ ട്യൂൺ ഉണ്ടോ? പാട്ടിലെ താളമേ തേൻ തരും പൂവിലോ നിന്നിതൾ തൊട്ടതോ എന്നിലെ മിന്നലോ നേരം മായുമിനി തേടും കാലമിനി മേഘം പോകും വഴി കാണാമോ പോകാമോ രാത്താരമേ ഈരാവിൽ നീ മിന്നുന്നേ തേടുന്നു എന്നുള്ളിൽ നീയാരോ. ഞാനൊരു സത്യം പറയാം. നല്ല എക്കോ. അതല്ല, ഒരു പ്രാക്ടീസോ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തല്ല, ഓൺ സ്പോട്ട് ഷെയ്ൻ പാടിയതാണ്. ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് പാടി കേട്ടോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അമൃത ചാനലിന്റെ ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഓഡീഷന് ഷെയ്ൻ പാടാൻ പോയതിന്റെ വീഡിയോ ഇപ്പോഴും ഭയങ്കര സോഷ്യലി വൈറൽ അവസ്ഥയാണ്. അല്ല, പണ്ടത്തെ ഷെയ്ൻ്റെ സാധനങ്ങളൊക്കെ ഈ കുത്തിപ്പൊക്കൽ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും അയ്യോ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ ഷെയ്നെ? വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യാനാണ് ഇതൊക്കെ സംഭവിച്ചല്ലേ. നമ്മള് ഇനിയിപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ. പക്ഷെ അത് എൻജോയ് ചെയ്യാറ്. ഈ ട്രോളൊക്കെ ഷെയ്ൻ കാണാറുണ്ടോ? അതൊക്കെ പിന്നെ ക്യൂട്ടാണ്, കുറച്ച് കുഴപ്പമില്ല, ഓക്കെയാണ്. എൻജോയ് ചെയ്യോ? അതോ ഇതൊക്കെ കണ്ടിട്ട് ഇത് ഇത്തിരി കൂടിയല്ല എന്നെ ചെയ്തേക്കുന്നെന്ന് തോന്നിയിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, ഹാപ്പിയാണ്. എല്ലാം കാണും. അയച്ചു തരുന്ന ആൾക്കാരൊക്കെ കാണുമല്ലേ വാട്സപ്പിലൊക്കെ? ട്രോള് കണ്ടില്ലെങ്കിൽ അയച്ചൊക്കെ തരും. അങ്ങനെ എന്റെ നമ്പർ ഉള്ളവർ അങ്ങനെ അധികം, അത് വളരെ കുറച്ച് പേർക്ക് ഉള്ളു, അതുകൊണ്ട് അങ്ങനെ അധികം ഇല്ല. പക്ഷെ ഒരു കയ്യടി കൊടുക്കണം കേട്ടോ, പാട്ട് ഞെട്ടിച്ചു കളഞ്ഞു, അടിപൊളി. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ടൈം കോളേജ് ടൈമിൽ പാടി കൊടുത്തിട്ടുണ്ടോ ഷെയ്നെ? ഇല്ല, പാടിയിട്ടേ ഇല്ല. അടുത്ത ചോദ്യം. ഓക്കെ. Is Shane Nigam in love with someone?
കണ്ടോ, ഞാൻ ചോദിക്കുന്ന എല്ലാം പ്രേക്ഷകർ ചോദിച്ചേക്കുക. നല്ല ചോദ്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോ. ആരുമായിട്ടെങ്കിലും പ്രണയത്തിലാണോ? Yes or no? നോ നോ No. Currently no. കറന്റ്ലി നോ. No, correct. Okay. അപ്പോൾ ഗേൾസ് പ്ലീസ് നോട്ട്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഡസ് ഷൈനികം ഹാവ് എനി കൈൻഡ് ഓഫ് ഫോബിയ? ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സാധനങ്ങളാട്ടോ. ചോദ്യം എന്താ പറയണ്ടേ? ഫോബിയ എന്തെങ്കിലും, അതായത് വെള്ളത്തിനോട് പേടി. ഇപ്പൊ എനിക്ക് പാമ്പിനോട് എനിക്ക് ഭയങ്കര പേടിയാണ്. ഐ എം സോ ഫോബിക് ടു റെപ്റ്റൈൽസ്. അതുപോലെ ചില എന്തെങ്കിലും. മനുഷ്യരെ പേടിയാ, ബാക്കി വേറെ ഫോബിയ ഒന്നുമില്ല. പ്രേതങ്ങളൊക്കെ ഇഷ്ടമാണ്. പ്രേതം, പാമ്പ്, പഴുതാര ഇതിനൊക്കെ ഭയങ്കര പ്രണയമാണ്. പിന്നെ പുലി, കരടി ഇതിനൊക്കെ ഇഷ്ടമാണ് കാര്യത്തിൽ. പക്ഷെ മനുഷ്യര് ചിലവരെ ഇച്ചിരി പേടിയാ. ആണോ? അല്ല, ഈ പറഞ്ഞില്ലേ ഈ സ്പിരിച്വൽ കാര്യങ്ങളൊക്കെ ഈ ഇഷ്ടമാണെന്ന്, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഷെയ്ൻ്റെ റിയൽ ലൈഫിൽ? അതൊക്കെ വലിയൊരു ഏരിയ. അത് വേണമെങ്കിൽ വേറൊരു ഇന്റർവ്യൂവിൽ വേണമെങ്കിൽ അതൊരു മൊത്തമായിട്ട് വേണമെങ്കിൽ പോവാം. അല്ല, എന്നാലും എവിടെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സ്പിരിറ്റഡ് സംഭവം ഉണ്ട്, ഒരു ഓറ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? യു ബിലീവ് ഇൻ ദാറ്റ്? അത് ചിലപ്പോൾ ഞാൻ ഈ ഭൂതകാലം ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് നമ്മൾ അതിലേക്ക് ഇന്നായ സമയത്ത് ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ എടുക്കുന്ന വീടിൻ്റെ തൊട്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ടാണ് ഒരു ഹോട്ടലുള്ളത്. അവിടെയാണ് ഞങ്ങൾ തൊട്ടപ്പുറത്ത്, അതായത് അവിടെ ക്യാരവൻ സ്പേസ് ഇല്ല, കാര്യം ചെറിയ സ്ഥലത്താണല്ലോ നമ്മൾ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു 50 മീറ്റർ അപ്പുറം ഒരു ഹോട്ടലിലാണ് നമ്മൾ ഈ സീൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സീൻ എന്ന് പറയുന്നത് ഞാനിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഉറക്കമില്ലാണ്ടിരിക്കുക. അപ്പോൾ അമ്മ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ TV കണ്ടിട്ട് അമ്മ ഇങ്ങനെ പതുക്കെ ഒന്ന് ഉറങ്ങും. ആ സീനിനകത്ത് കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു സൗണ്ട് ആയിട്ട് ഞാനിങ്ങനെ അടുക്കള ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കും എന്ന് പറഞ്ഞൊരു സീനുണ്ട്. അപ്പോൾ ആ സീനിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അടച്ച് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാ സീൻ എടുക്കുന്നതിന് മുമ്പും ഒരു കുറച്ച് സമയം ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ഇരിക്കും. പക്ഷെ ആ പെർട്ടിക്കുലർ സീൻ എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ വിൻഡോ ഇങ്ങനെ തുറന്നു കിടക്കുമായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തോ പറയുന്ന പോലെ, കുഴപ്പമൊന്നുമില്ല, ഈ തനിക്ക് പരിപാടി അവിടെ ഇങ്ങനെ ഒരു റിയലി അങ്ങനെ ഞാൻ കണ്ടു എന്നുള്ളതല്ല പറയണത്, നമുക്കത് റിയലായിട്ട് ഫീൽ ചെയ്തു. ദാറ്റ് ഞാൻ ഇപ്പം ഈ സീനിന് വേണ്ട പരിപാടിയൊക്കെ അവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയിക്കോ എൻ്റെ അടുത്ത് പറയണതാണ്. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ടു ഡേയിൽ ചില അങ്ങനെ അത്തരം നമ്മൾ കാണാത്ത ലോകത്തിൻ്റെ ഇടപെടൽ പല സമയത്തും എൻ്റെ ലൈഫിൽ ഉണ്ടാവാറുണ്ട്, ഇപ്പോഴും ഉണ്ടാവാറുണ്ട്.